നമസ്കാരം. നമ്മുടെ കേരളത്തിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ കേരളത്തിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് മാഫിയകളും കൊട്ടേഷൻ സംഘങ്ങളും വിലസുന്നത്. ഇപ്പോഴിതാ തൃശ്ശൂർ നഗരത്തെ ഞെട്ടിച്ചുകൊണ്ട് പ്രമുഖ തിയേറ്റർ നടത്തിപ്പുകാരന് വീടിന് മുന്നിൽ വെച്ച് കൊട്ടേഷൻ സംഘത്തിൻ്റെ ആക്രമണം, അതും സ്വന്തം വീടിന് മുന്നിൽ വെച്ച് തന്നെ. തൃശ്ശൂരിലെ രാഗം തിയേറ്ററിൻ്റെ നടത്തിപ്പുകാരനായ സുനിലിനാണ് കുത്തേറ്റിരിക്കുന്നത്. വെളപ്പായയിലെ വീട്ടുമുറ്റത്ത് വെച്ചാണ് ഈ ആക്രമണം നടന്നത്. സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പ്രാഥമികമായ സൂചനകൾ നൽകുന്നുണ്ട്. ആക്രമണത്തെക്കുറിച്ച് പോലീസ് കേസെടുക്കുകയും ഇത് കൊട്ടേഷൻ ആക്രമണമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുമുണ്ട്. രാത്രി വൈകിയായിരുന്നു ഈ ആക്രമണം നടക്കുന്നത്. വീടിൻ്റെ ഗേറ്റ് തുറക്കുന്നതിനായി കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് സുനിലിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ അനീഷൈനും ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. 3 അംഗ ഗുണ്ടാസംഘമാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. കാറിനകത്തിരുന്ന സുനിലിൻ്റെ കാലിനാണ് പരിക്കു പറ്റിയിരിക്കുന്നത്. ഡ്രൈവർ അനീഷിൻ്റെ കയ്യിലും വെട്ടും ഏറ്റിട്ടുണ്ട്. ആക്രമണത്തിനിടെ അക്രമി സംഘം സുനിലിൻ്റെ വാഹനത്തിന് നേരെയും അതിക്രമം നടത്തിയിട്ടുണ്ട്. സംഭവം കൊട്ടേഷൻ ആക്രമണമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അക്രമികളെ പിടികൂടുന്നതിനായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. എന്തുതന്നെയായാലും നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അനുദിനം അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊട്ടേഷൻ സംഘങ്ങളെ കൊണ്ടായാലും മയക്കുമരുന്ന് മാഫിയകളെ കൊണ്ടായാലും കേരളം വല്ലാത്ത ഒരവസ്ഥയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ജനങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥ.